ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. അപ്പം ഇന്ന് നമ്മൾ പെട്ടെന്നൊരു പ്ലാനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആദിയോഗി ടെമ്പിളിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പം ഏട്ടൻ്റെ ഫ്രണ്ട് സർപ്രൈസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ അവർ അബ്രോഡ് പോവാണ്, അപ്പോൾ അതുകൊണ്ട് ഇനി ഇന്ന് കാണുന്നൊന്നും അറിയില്ല. അപ്പം നമ്മൾ പെട്ടെന്നൊരു എല്ലാവരും കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അതിൽ ചില പേർക്കൊന്നും വരാൻ പറ്റിയില്ല. അപ്പോൾ ഉള്ളവർ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ 2 കാറിലായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആക്ച്വലി ഒരു മണിക്കൂറിൽ കൂടുതലുണ്ട്. അവിടേക്ക് പോകണ വഴി അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ അത്ര നല്ല റോഡൊന്നും ആയിരുന്നില്ല. പക്ഷെ വരുമ്പോൾ നമുക്ക് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനത്തെ റോഡ്. പിന്നെ ഫുൾ സ്ട്രെയിറ്റ് ഹൈവേ ആയിരുന്നു കേട്ടോ. ഇനി ഗൂഗിൾ ചേച്ചി നമ്മളെ വഴിതെറ്റിയതാണെന്നൊന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ ഹൈദരാബാദ് റൂട്ടാണ് കേട്ടോ നമ്മൾ പോയത്. ആ ഒരു റോഡാണ് കണ്ടോ, അവിടെ എത്താറായി. ഇതാണ് മലകൾ, മലയുടെ മേലെയാണ് ആക്ച്വലി ഈ ഒരു സംഭവം ഉള്ളത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം. നല്ല റഷും ഉണ്ടായിരുന്നു കേട്ടോ. സാറ്റർഡേ ആയത് കാരണം ഒരുപാട് ടൂറിസ്റ്റും അല്ലാണ്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് പോയി കുറച്ച് ഫോട്ടോസും അതിൻ്റെ ഉള്ളിൽ കയറി അങ്ങനെയൊക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തപ്പോഴത്തേക്ക് ഇരുട്ടായി. അപ്പോഴത്തേക്കും ഇത് തുടങ്ങി. പിന്നെ നന്ദി ഹിൽസിലത്തെ ട്രിപ്പിന് ശേഷം നമ്മളാരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിയൊക്കെ ആയിപ്പോയി. നമ്മളും ബിസി ആയിരുന്നു. നമുക്കങ്ങനെ കൂടാനൊന്നിനും പറ്റിയിട്ടില്ല. എവിടേക്കും വേറെ പോകാനൊന്നും പറ്റില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് ആ ഒരു ദിവസം അവർ ഓഫീസിലുള്ളവരെല്ലാവരും കൂടി പെട്ടെന്നൊരു പ്ലാൻ ചെയ്യുന്നു. പെട്ടെന്ന് റെഡിയായി പോകാമെന്ന് നമ്മൾ വിളിച്ച് പറയുന്നു. അങ്ങനെ പോയതാണ്. അങ്ങനെയാണ്. പിന്നെ ഇവിടുത്തെ ടൈമിങ് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണി 7:15 തൊട്ട് 7:30 വരെ 15 മിനിറ്റ്സേ ഉള്ളൂ കേട്ടോ. ആദിയോഗിയുടെ സ്റ്റാച്യു നമുക്ക് അകലെ നിന്ന് കാണാം കേട്ടോ. അവിടെ എത്തി. അത് കഴിഞ്ഞ് ഫോട്ടോസ് സെക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ ഇരിക്കുകയാണ്. അതേ തുടങ്ങി. അത് കഴിഞ്ഞ് തുടങ്ങി. കണ്ടോ, എല്ലാവരും വീഡിയോസ് എടുക്കുകയാണ്. ഫോണിൻ്റെ ലൈറ്റോ ഫ്ലാഷോ ഒന്നും വരരുതെന്ന് പറയുന്നുണ്ട്. അവർ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ കാര്യമില്ല, ഫോണിൻ്റെ ലൈറ്റ്സാണ് കൂടുതൽ കാണുന്നത്. കഴിഞ്ഞത് നമ്മൾ അപ്പം തന്നെ അവിടെ നിന്ന് പോന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. സാറ്റർഡേയും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക്. പിന്നെ നമ്മൾ പെട്ടെന്ന് കാർ അവിടെ നിന്ന് എടുത്ത് ഒരു വിധത്തിലെടുത്ത് നമ്മൾ പെട്ടെന്ന് വന്ന കാരണമാണ്. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് വരെ നിൽക്കുവാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ കഴിഞ്ഞതും നമ്മൾ എണീറ്റ് നിന്നു. എന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകുന്ന കാരണം നമുക്കൊരു വിധത്തിൽ, എന്നാലും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ബ്ലോക്ക് കിട്ടി ആ വരണ വഴിക്ക്. ഏട്ടൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏട്ടൻ്റെ ഫ്രണ്ട്സ് ഒന്നും തോന്നിയിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട്സ് എന്നല്ല, നമ്മളിപ്പോൾ ഒരു ഫാമിലി പോലെയാണ്. ഓരോരുത്തരുടെ കല്യാണം കഴിയുമ്പോഴും അതിലേക്ക് ഓരോ ആൾക്കാർ കൂടുന്നു. പിന്നെ അതൊരു പ്രത്യേകതരം വൈബാണല്ലേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങളിപ്പോൾ ഒരു ഫാമിലി ആയിട്ടോ. ഓരോരുത്തർക്ക് തിരക്കുകളുണ്ട്. നമുക്ക് കാണാനൊന്നും പറ്റുന്നില്ല. നമുക്ക് മെസ്സേജൊന്നും അയക്കാൻ പറ്റില്ല. വിളിക്കാനൊന്നും പറ്റില്ലെങ്കിൽ പോലും നമ്മൾ ആ ഉള്ള സമയം നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ ഇതിഹാസിലാണ്, ഇവിടുത്തെ മലയാളി റെസ്റ്റോറൻ്റ് ഇതിഹാസിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് റിട്ടേൺ പോയിട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.